ഉസ്താദിന്റെ വഫാത്തിന് ശേഷം അവർ വളണ്ടറിയായത് ഞാൻ 2 മണിക്ക് എത്തിക്കണുണ്ട്. ഉസ്താദിന്റെ വഫാത്ത് അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് 12:30 മണിക്ക് പോയി. 12 മണിക്കാണ് അടുത്തത്. രാവിലെ പ്രത്യേകമായ നമ്മളെ കുറിച്ച് പറയും ശൂന്യമായ ചോറ് ഞാൻ ഇവിടുന്ന് കൊണ്ടുവരണം. ഉസ്താദിനെ ഇവിടെ നിന്ന് ഇരുത്താനുള്ള കഴിയും. ഉസ്താദിനെ 90ാമത്തെ വയസ്സാണ്. ദാക്കിറാണ്. ഇപ്പൊ 45 കൊല്ലത്തെ പരിചയം. ആദ്യമായി ചെമ്പലങ്ങാട് 35 കൊല്ലോളം ശിവഗുണം ദുർസരത്തി ആ പള്ളി ഞാൻ വെള്ളിയാഴ്ച വേദന പോയി. ഇല്ല വാഴ 1.5 മണിക്കൂറെന്ന് വാഴ എപ്പോഴും പോകും. അതെല്ലാം പൈസ ഉണ്ടാക്കി തന്നെ ശിവൻ തന്നെയാണ് പൈസ കിട്ടിപ്പിച്ചത്. നിങ്ങളെ മാസത്തിലൂടെ ഒന്ന് വരണ്ടോ? അന്ന് 4 ദിവസത്തെ പരിപാടി ശിവൻ എനിക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെമ്പലങ്ങാട്. അങ്ങനെയാണ് ഞാൻ വയലിക്ക് വരിക പോകും. അത് 17-18 വയസ്സാണ്. പതിസ്ഥാൻ്റെ ഒപ്പമാണ് ഞാൻ കുട്ടശ്ശേരി ഓടിയുന്നത്. കുട്ടശ്ശേരി നേരെ അന്ന് എനിക്ക് 90 രൂപ ശമ്പളമാണ്. ഉപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല, അവർക്ക് രേസമാകാൻ പഠിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മരിത അപ്പോൾ പുരുഷ പറഞ്ഞു മാർസിൽ ഇവിടെ 9 കൊല്ലം നമ്മളെ ചാമ്പറവിൽ നിന്ന് വേണം ശേഖര ഞാനാണ് കൊണ്ടേക്കാൾ അവനെ 150 രൂപ മാർസിൽ പഠിച്ചു കൊടുത്താണ്. അപ്പോൾ 90-ൽ 150 ഒറ്റയ്ക്ക് കയറുള്ളൂ. അൽഹംദുലില്ലാ. അല്ലാതെ 150 200 ആക്കിയാണ് ഞാൻ ഉണ്ടാവും. ജാമ്യയിൽ പോയപ്പോഴും ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞ് പഠിപ്പ് തുടങ്ങിയില്ല. ഇൻഷാ അല്ലാഹ് ജാമ്യയിൽ ഇപ്പോൾ വെള്ളിയാഴ്ച വേറെ സമാന്മാർക്ക് പാടില്ല. അതുകൊണ്ട് ഈ സ്ഥാനത്തിന് എത്താനുള്ള കാരണം സമാനത ഈ പറഞ്ഞ 45 വർഷത്തെ പരിചയം. അന്ന് നമ്മുടെ വീടുകളും നമുക്ക് പരിചയമില്ലെങ്കിലും ഷെയ്ഖുന അന്ന് തന്നെ എൻ്റെ ചെറുടിക്കാരൊക്കെ ചെമ്പലങ്ങാട് ഉസ്താദിനെ പോകുന്നുണ്ടാവും. പീടികയിലൊക്കെ പോകാണെങ്കിൽ ഒരു മനുഷ്യമുണ്ടല്ല, അത്രയ്ക്ക് ആദരവാണ്. നാട്ടിൽ തന്നെ അദ്ദേഹത്തിന് ആദരവാണ്. അപ്പൊ ഷെയ്ഖുന 90 വർഷം ജീവിച്ചെങ്കിലും ഒരു പുരുഷായുസ് മുഴുവൻ മാഷാ അല്ലാഹ് ദീനിന് വേണ്ടി, പ്രത്യേകിച്ച് സമസ്തക്ക് വേണ്ടി ഇയാളെ പ്രവർത്തകന്മാരെ കണ്ടപ്പോൾ തന്നെ എസ്കേസിന്റെ നല്ല പ്രവർത്തകന്മാരവിടെ വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ ഷിബനാന്റെ വീട്ടിലേക്ക് പോകാനും ഒക്കെ തന്നെ എല്ലാം പ്രവർത്തകന്മാർ ഷിബനാന്റെ ജനാസ ജനങ്ങളെ വൈദ്യുതീകരിക്കാനുള്ള പുലരൊക്കെ എല്ലാ സംവിധാനവും ഒന്നുണ്ടാക്കാൻ വെള്ളം കൊണ്ടു കൊടുക്കാൻ എല്ലാം പ്രവർത്തകന്മാരുണ്ട്. ഞങ്ങൾ ഇവരെ കണ്ടു. ഇടയ്ക്കറിന്റെ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സുബ്ഹാനഹു വ തആല ഷെയ്ഖുനാനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാൻ അള്ളാഹു നമുക്ക് നിർത്തിക്കുകയാണ്. നല്ല നാവായിരുന്നു. നല്ല എപ്പോഴും പോവാ എന്ന് പറഞ്ഞാൽ ആ മുഖത്തിങ്ങനെ കണ്ടാൽ ഈമാൻ ഇങ്ങനെ സ്മരിക്കുന്നു. ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ആദ്യത്തെ ശിക്ഷ ജാമ്യയിൽ ആദ്യം ഇൻഷാ അല്ലാഹ് പിന്നെ പാസ്സായി വിരുദ്ധെടുത്ത് ഇറങ്ങിയ മഹാനാണ്. ഈ അസ്മാഉൽ ഹുസ്ന ആദ്യം ഉണ്ടാക്കുന്നോട് നേരിട്ട് പറഞ്ഞു ഞാൻ ആദ്യം പോയത് ഷെയ്ഖുന ശംസുൽ ഉലമയുടെ കണ്ണിയത്തിൽ ശ്രമിച്ചു. അപ്പൊ ശംസുൽ ഉലമയോട് വലിയ അകേറ്റ് നടന്നു ആർക്കെങ്കിലും കയ്യിലുണ്ടാവട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ശംസുൽ. അപ്പൊ നേരെ മാത്രമല്ല ഷെയ്ഖുനാട് ഇജാലത്തിന്റെ ഒരു ഇതുണ്ട്. ഇജാലത്തിന് താഴെ മുഴുവൻ മൈലോനാണ് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്. ഞാൻ പേരെ തന്നിട്ടില്ല. ഇടക്കര ഇസ്ഹാഖ് വൈസിന്റെ പേരിന്റെ താഴെ ഇസ്ഹാഖ് വൈസ് കേട്ടി ഇസ്ഹാഖ് വൈസ് ചാമ്പറന്ന് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ വൈദ്യസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഇവരെ മൈലോനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല, പറയണേ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ അത്രയ്ക്ക് നമ്മളെ സംബന്ധിച്ച ആദരവും ഞാൻ മറ്റ് പല സംഖ്യ ഞാൻ ഉസ്താദിന്റെ അവിടെ പള്ളി കയറാനും മാസം കയറാനും എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശിവനെ കൊടുത്തിട്ടുണ്ട്. ചാമ്പറമ്പിൽ 2 പ്രാവശ്യം വന്നപ്പോൾ അവിടെയൊക്കെ തൃപ്തിയാക്കിയാണ് മറുതിയാക്കിയാണ് സായിനെ വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരികയും അന്ന് കുട്ടികൾക്കാരുടെ അയൽവാസികളോട് പറഞ്ഞപ്പോൾ നാളെ അടുത്ത ആഴ്ച ഈ ഗർഭിണിയായിട്ടോ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പെണ്ണ് നമ്മളെ പിന്നെ വെള്ളമുണ്ട ഇപ്പുവാക്കാന്റെ ഭാര്യ കുട്ടിമാൾ അവരോടാ പറഞ്ഞു. അവരെ കുട്ടിയിലായിട്ടുണ്ട്. ഇന്നും അവര് ഷെയ്ഖുനാന്റെ മേലിന് പാർട്ടിയുന്നുണ്ട്. അപ്പൊ ഷെയ്ഖുനാനെ സ്മരിക്കുന്ന ഉൾപ്പൂർവ്വം മനസ്സിലും മൊത്തം അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖുന ജീവിതത്തിൽ ചെയ്ത ഓരോ പ്രവർത്തനവും അല്ലാഹു കബൂലാക്കട്ടെ. ഷെയ്ഖുനാന്റെ ആ മഖാമിൽ തന്നെയാണ് ആ ഖബറുള്ളത്. ഞാനവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കണ വാർത്തത ഞങ്ങൾ ഇതിന്റെ പെണ്ണുങ്ങൾ കിടക്കുകയാണ്. അവിടെ തട്ടക്കുണ്ട്, ചുവന്ന തട്ടം. അതിനപ്പുറത്താണ് ബഹുമാനോട് ഷെയ്ഖുന കിടക്കുന്നത്. മാഷാ അല്ലാഹ് ഖബർ നല്ല മറ്റപ്പത്തിലാക്കിയിട്ടുണ്ട്. ഒക്കെ മണലരച്ച് വെച്ചിട്ടുണ്ട്. ആ കണ്ടപ്പോൾ 5 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. പഠിച്ചോനെ ഈ ഖബറിൽ ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഖബറിൽ കിടക്കാൻ ഭയങ്കര സുഖിക്കാറുണ്ടോ? ഭയങ്കര സുഖിക്കാറ്. നമ്മുടെ ശരീരം മണ്ണൊന്നുമില്ല. എൻ്റെ താടി അതേമാതിരി ഉണ്ടാവും. ഒക്കെ ഓരോന്നും. അപ്പൊ ഷെയ്ഖുനാന്റെ ഇൻഷാ അല്ലാഹ് മറുതിയും അവിടുത്തെ ഒരു പ്രത്യേകമായ പൊരുത്തവും നമ്മുടെ ഈ ശൂന്യമേഖലയിൽ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖുനാന്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കട്ടെ. മരിച്ചുപോയ അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് മുഴുവൻ ഉലമാക്കളുടെയും ദറജ റബ്ബ് സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കട്ടെ. അഹ്ലു ബൈത്തികളുടെയും ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൽ